9 ഘാതം എക്സ് പ്ലസ് 3 ഘാതം എക്സ് മൈനസ് 90 സമം 0 ആയാൽ എക്സിൻ്റെ വില കാണുക. ഓപ്ഷൻസ് 3, 6, 4, 2. ഇതൊരു സമവാക്യമാണ്, ഇതൊരു ഇക്വേഷനാണ്. നമുക്ക് ഈ -90നെ സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോവുക. -90നെ സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ സമത്തിൻ്റെ വലതുവശത്ത് 0ആണ്. അപ്പോൾ അത് എഴുതണമെന്നില്ല. ഈ -90 അങ്ങോട്ട് എടുക്കുമ്പോൾ +90 ആവും. അപ്പോൾ ഇടതുവശത്ത് 9 ഘാതം എക്സ് പ്ലസ് 3 ഘാതം എക്സ് സമം വലതുവശത്ത് 90. ഇനി നമുക്ക് ഇതിൽ എക്സിൻ്റെ വില ഓപ്ഷൻസിലത്തെ ഓരോന്നായിട്ട് എടുത്ത് കൊടുത്ത് നോക്കുക. എക്സിൻ്റെ വില ഓപ്ഷൻസിലത്തെ ഓരോന്നെടുക്കുക. അപ്പോൾ ആദ്യം 3ആണ്. എക്സിൻ്റെ വില 3 കൊടുത്ത് നോക്കുക. ഈ എക്സിന് പകരം 3, 9 ഘാതം 3 പ്ലസ് 3 ഘാതം 3. നമുക്കിതിൻ്റെ ഏകദേശ വില ഈ 9 ക്യൂബ് എന്ന് പറഞ്ഞാൽ 9 × 9 × 9 729 വരും. അപ്പോൾ നമുക്ക് ഇവിടെ ആകെ 90 കിട്ടാൻ പാടുള്ളൂ. ഈ 9 ക്യൂബ് എത്രയായി? 729 പിന്നെ 3 ക്യൂബും കൂടി കണ്ട് കൂട്ടുമ്പോൾ 90നേക്കാൾ വലിയൊരു സംഖ്യ വരും. അപ്പോൾ അതല്ല ഉത്തരം. ഇനി 6 കൊടുത്ത് നോക്കുക എക്സിന് പകരം. എക്സിന് വില അപ്പോൾ 9 ഘാതം 6 പ്ലസ് 3 ഘാതം 6 അത് ഇതിനേക്കാൾ വലിയ സംഖ്യയാവും. കാരണം 9 ഘാതം 6 പറഞ്ഞ അർത്ഥം 9 6 തവണ ഗുണിക്കണം. 9 3 തവണ ഗുണിക്കുമ്പോഴേ 729 ആയി. അപ്പോൾ ഇത് അതിനേക്കാൾ വലിയൊരു സംഖ്യ വരും. അപ്പോഴും 90 കിട്ടില്ല. അടുത്ത ഓപ്ഷൻ 4ആണ്. അപ്പോൾ 9 ഘാതം 4 പ്ലസ് 3 ഘാതം 4 അതും വലിയൊരു സംഖ്യ വരും. 9 4 തവണ ഗുണിക്കുമ്പോൾ വലിയൊരു സംഖ്യ വരും. അവസാന ഓപ്ഷൻ 2ആണ്. ആ വില കൊടുത്ത് നോക്കൂ. 9 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. 9 സ്ക്വയർ 9 × 9 81 പ്ലസ് 3 സ്ക്വയർ 3 × 3 9 81 9 കൂട്ടുമ്പോൾ 90 നമ്മുടെ വലതുവശത്തെ സംഖ്യ കിട്ടുന്നുണ്ട്. അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ, അതായത് എക്സിന് വില 2 കൊടുക്കുമ്പോഴാണ് ഈ സമവാക്യം ശരിയാകുന്നത്. അപ്പോൾ ഉത്തരം എന്താണ്? 2.